ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സേതുബന്ധനം വിഘ്നം കൂടാതെ തുടരുകയാണ്. പരമശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി അനുഗ്രഹം വാങ്ങി വേണം ഇനി നമുക്ക് മുമ്പോട്ട് പോകുവാൻ എന്ന് ശ്രീരാമദേവൻ അഭിപ്രായപ്പെട്ടു. അതിനോട് വാനരന്മാരും ശിവഭക്തനായ വിഭീഷണനും പൂർണ്ണമായി അനുകൂലിച്ചു. ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് പ്രതിഷ്ഠാ മണ്ഡപം നിർമ്മിക്കാമെന്ന് നളനീലന്മാർ ഭാരമേറ്റു. പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗം കൈലാസത്തു നിന്നും കൊണ്ടുവരാനായി ഹനുമാൻ കൈലാസത്തിലേക്ക് വായുവേഗം പറന്നു കഴിഞ്ഞു. മണ്ഡപം പൂർത്തിയായി, മുഹൂർത്തവും സമാഗതമായി. ശിവലിംഗവും കൊണ്ട് മാരുതപുത്രൻ അപ്പോഴും എത്തിയിട്ടില്ല. മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല. ദാശരഥി അല്പസമയം ധ്യാനനിരതനായി നിന്നതിനു ശേഷം പെട്ടെന്ന് മണ്ഡപത്തിൽ പ്രവേശിച്ച് ഏകാഗ്രനിഷ്ഠനായി മൂർത്തിത്രയങ്ങളുടെ ഏക ഭാവാത്മക ശക്തി തന്നിൽ ആവാഹിച്ച് പരമശിവ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ പുണ്യമുഹൂർത്തത്തിൽ വിഗ്രഹം കൂടാതെയുള്ള ദിവ്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ആ അവസരത്തിൽ ഒരു അത്ഭുത കാന്തിയും പ്രശാന്തതയും അവിടെ വ്യാപരിച്ചു. അതോടൊപ്പം ശൈവ ചൈതന്യത്തിന്റെ ഒരു തേജസ്സും അവിടെ തിളങ്ങി. ദേവകൾ പുഷ്പവർഷം ചൊരിഞ്ഞു. ആ സമയം അത്യത്ഭുതം. പ്രതിഷ്ഠാകർമ്മം നടന്ന പുണ്യവേദിയിൽ സ്വയംഭൂവായ ഒരു ശിവലിംഗം മുളച്ചു നിൽക്കുന്നതായി കാണപ്പെട്ടു. രാമചന്ദ്രൻ ഭക്തിപൂർവം സമുദ്രജലം കയ്യിൽ കോരിയെടുത്ത് ശിവലിംഗത്തെ അഭിഷേകം ചെയ്ത് പൂജകൾ അർപ്പിച്ചു. അതിനുശേഷം ശിവലിംഗത്തെ 7 പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചതിനു ശേഷം എല്ലാവരും കേൾക്കെ അരുളി ചെയ്തു: ഈ ക്ഷേത്രം രാമേശ്വരം എന്ന പുണ്യാഭിധാനത്താൽ അറിയപ്പെടും. യാതൊരു മർത്യൻ ഇവിടെ വന്ന് ഈ സേതുബന്ധനം കണ്ടു വന്ദിച്ച് രാമേശ്വരമൂർത്തിയായ പരമശിവപെരുമാളെ ഭക്തിപൂർവം ദർശിക്കുന്നുവോ അവൻ അതേവരെ ചെയ്തിട്ടുള്ള സർവ പാപങ്ങളിൽ നിന്നും നിർമുക്തനായി തീരുന്നതാണ്. എൻ്റെ അനുഗ്രഹത്താൽ അവന് മുക്തിയും സിദ്ധിക്കും. ഇവിടെ വന്ന് സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനാഥനായ പാർവതീ രമണനെ കണ്ടു തൊഴുതു വന്ദിച്ച് സർവ പാപങ്ങളും ഇവിടെ സമർപ്പിച്ച് കാശിയിലെത്തി ഗംഗാ സ്നാനം ചെയ്ത് കാശി വിശ്വനാഥനെ ദർശിച്ച് ഗംഗാജലവുമായി വീണ്ടും തിരിച്ചിവിടെ വന്ന് ആ ഗംഗാതീർത്ഥം കൊണ്ട് രാമേശ്വരമൂർത്തിയെ അഭിഷേകം ചെയ്ത് ആ തീർത്ഥഭാജനം സമുദ്രത്തിലെറിഞ്ഞ് അതിൽ കുളിച്ച് വീണ്ടും മഹേശ്വരനെ വന്ന് വന്ദിച്ച് മടങ്ങിപ്പോകുന്നവൻ നിശ്ചയമായും സായുജ്യപദം പ്രാപിക്കും. വാനരവൃന്ദം ഹര ഹര മഹാദേവ എന്നുച്ചത്തിൽ വിളിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ശിവലിംഗവും കൊണ്ട് ഹനുമാനും അവിടെ ആഗമിച്ചു. പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞു പോയതിനാൽ നിരാശനായി ഹനുമാൻ കണ്ണുനീർ പൊഴിച്ചു. തൻ്റെ ഭക്തന്റെ വിഷമാവസ്ഥ വിശ്വംഭരനായ രാമൻ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു: വായുതനയാ, നീ കുണ്ഠിതപ്പെടേണ്ട. നീ കൊണ്ടുവന്ന ശിവലിംഗം കിഴക്ക് ഗോപുരസ്ഥാനത്ത് നീ തന്നെ പ്രതിഷ്ഠിക്കുക. നീ ഭഗവൽ സംഭൂതനാണ്. ആയതിനാൽ നിന്റെ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും മഹാത്മ്യവുമുണ്ട്. ഭക്തജനങ്ങൾ ഗോപുര പ്രതിഷ്ഠ കണ്ട് വന്ദിച്ചതിനു ശേഷമല്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയോ ക്ഷേത്രനാഥനെ ദർശിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഇതിനാൽ കൽപ്പിക്കുന്നു. ശ്രീരാമദേവന്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ പൂർവഗോപുര പുരോഭാഗസ്ഥാനം നോക്കി മഹാദേവലിംഗത്തെ ഭക്തിപൂർവ്വം പ്രതിഷ്ഠിച്ച് ശയന പ്രദക്ഷിണം ചെയ്തു. രാമേശ്വര പ്രതിഷ്ഠയ്ക്ക് ശേഷം സേതുബന്ധനം പൂർവാധികം ഉത്സാഹത്തിലും വേഗതയിലും നടന്നു തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ 14 യോജന നീളത്തിൽ സേതു പൂർത്തിയായി. രണ്ടാം ദിവസം 20 യോജനയും 3-ാം ദിവസം 21 യോജനയും 4-ാം ദിവസം 22 യോജനയും 5-ാം ദിവസം 23 യോജനയും അങ്ങനെ 5 ദിനങ്ങൾ കൊണ്ട് 25 യോജന നീളത്തിൽ സേതു സഞ്ചാരയോഗ്യമായ വിധം പൂർത്തീകരിക്കപ്പെട്ടു. 100 യോജന. തൽക്ഷണം തന്നെ വാനരപ്പട അത്യാനന്ദ പുരസരം ആ സേതുവിൽ കൂടി ലങ്കയിലേക്ക് യാത്ര തുടർന്നു. ഏറ്റവും മുമ്പിലായി വിഭീഷണനും 4 മന്ത്രിമാരും, അവരുടെ പിറകിൽ മാരുതിയുടെ തോളിൽ രഘുവരനും അംഗദന്റെ തോളിൽ ലക്ഷ്മണനും, അവരുടെ ഇരുവശങ്ങളിലും അംഗരക്ഷകരായി സുഗ്രീവൻ, നളൻ, നീലൻ, ജാംബവാൻ, സുഷേണൻ, ദതിമുഖൻ എന്നിവരും
അവരുടെ പിറകിൽ മറ്റുള്ള മർക്കട മഹാസമൂഹവുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത്. സേതുബന്ധനം ആരംഭിച്ച 6-ാം ദിവസം സന്ധ്യയോടുകൂടി അവർ ലങ്കയുടെ ഉത്തരഭാഗത്തുള്ള സുവേല പർവ്വത പാർശ്വത്തിൽ എത്തിച്ചേർന്നു. അന്ന് രാത്രി അവർ അവിടെ താവളമടിച്ചു. സേനകൾക്ക് കഴിക്കാനുള്ള പക്വങ്ങളും ഭക്ഷണ സാധനങ്ങളും ധാരാളം കരുതിയിരുന്നു. സുവേല പർവ്വത ശൃംഗത്തിൽ കയറി നിന്നുകൊണ്ട് രഘുരാമൻ ലങ്കയുടെ അതുല്യ ഭംഗി നോക്കിക്കണ്ടു. അതിനുശേഷം ബന്ധിച്ചിട്ടിരിക്കുന്ന ശുകനെ വിട്ടുകളയാനും പറഞ്ഞു. ശുകൻ രാവണ സന്നിധിയിലെത്തി. താൻ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ചിറകെട്ടിയതും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ശുകൻ രാവണനെ പറഞ്ഞു കേൾപ്പിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, രാമനെ ജയിക്കാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങയുടെ കഷ്ടകാലത്തിനാണ് സീതാദേവിയെ അപഹരിച്ചത്. അതുകൊണ്ട് ദേവിയെ തിരികെ ഏൽപ്പിച്ച് മാപ്പ് പറയുന്നതായിരിക്കും ഉത്തമം. വാനരപ്പടയുടെ നേതാക്കന്മാരെ കുറിച്ചും അവരുടെ ശക്തിയും എല്ലാം വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. ശുകന്റെ ഉപദേശം കേട്ട് ക്രുദ്ധനായി തീർന്ന രാവണൻ ഇനി തന്റെ മുമ്പിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ശുകനെ പോലെ തന്നെ രാവണന്റെ ഒരു ചാരനാണ് സാരണൻ. അവൻ വാനര വേഷത്തിൽ ശത്രു സങ്കേതത്തിലെത്തി സർവ്വ വിവരങ്ങളും രഹസ്യമായി ഗ്രഹിച്ച് അതേപടി തന്റെ യജമാനെ വന്ന് ധരിപ്പിച്ചു. സീതാദേവിയെ തിരിച്ചു കൊടുത്ത് രാമപാദങ്ങളിൽ അഭയം തേടണമെന്ന് അവനും ഉപദേശിച്ചു. രാവണൻ അവനെയും ആട്ടിപ്പുറത്താക്കി. ശുകൻ ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. അവൻ പത്നിയും ഒരുമിച്ച് വനത്തിൽ വാനപ്രസ്ഥം സ്വീകരിച്ച് താമസിക്കുന്ന കാലം രാവണ സജീവനായ വജ്രദംഷ്ടൻ അവരെ കാണുകയുണ്ടായി. ദൈവഭക്തനായി കഴിഞ്ഞുകൂടുന്ന അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുകന്റെ പർണശാലയിൽ വന്നു. ഭൂസുരവര്യൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. സൽക്കരിച്ചതിന് ശേഷം ഭോജനത്തിനായി ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച അഗസ്ത്യൻ സ്നാനത്തിനായി ആറ്റിലേക്ക് പോയി. ഈ സമയം അഗസ്ത്യന്റെ വേഷത്തിൽ വജ്രദംഷ്ടൻ വന്നിട്ട് ബ്രാഹ്മണനോട് പറയുകയാണ്, ഇന്ന് പൗർണമി ദിവസമാണ്. എല്ലാ വെളുത്ത വാവ് ദിവസവും ചന്ദ്രന്റെ അടയാളമായ മുയലിന്റെ മാംസം ഞാൻ ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭോജനത്തിന് കുറച്ച് മുയൽ മാംസം കൂടി ഉണ്ടായിരിക്കണം. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്. ശുകൻ പത്നിയോട് കാര്യം പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ശുകൻ അടുക്കളയിൽ ചെന്ന് പത്നിയുടെ കയ്യിൽ ഒരു മാംസപ്പൊതി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദൈവാധീനം കൊണ്ട് നമ്മുടെ പർണശാലയുടെ മുമ്പിൽ ഒരു മുയൽ ഓടുന്നത് കണ്ട് ഞാൻ അതിനെ പിടിച്ചു കൊന്നു. വേഗം പാകപ്പെടുത്തു. ശുകന്റെ രൂപത്തിൽ മാംസപ്പൊതിയുമായി വന്നത് വജ്രദംഷൻ എന്ന രാക്ഷസനായിരുന്നു. അഗസ്ത്യൻ കുളി കഴിഞ്ഞെത്തി. അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിയ കൂട്ടത്തിൽ ഈ മാംസാഹാരവും വിളമ്പി. മുയൽ മാംസമായിരുന്നില്ല, അത് നരമാംസമായിരുന്നു. അത് കണ്ട് അഗസ്ത്യ മാമുനി കോപാകുലനായി. എന്നെ മർത്യമാംസം തീറ്റാൻ ഒരുങ്ങിയ നീ മർത്യമാംസഭുക്കായ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. ബ്രാഹ്മണൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ആലോചനയിൽ മുഴുകി നിന്നുപോയി. അദ്ദേഹത്തിന്റെ അന്തർദൃഷ്ടിയിൽ സംഭവങ്ങൾ മുഴുവനും തെളിഞ്ഞു കണ്ടു. താമസം വിന ശുക്രൻ നക്തഞ്ചരാകൃതിയിൽ രാവണന്റെ അനുചരനും ഇഷ്ടചാരനുമായി തീർന്നു. ദശാസിനാൽ നിഷ്കാസിതനായതിനു ശേഷം അവൻ കാനനത്തിൽ ധർമ്മപത്നിയെ കണ്ടുമുട്ടി. അവരൊരുമിച്ച് പിന്നീട് തപസ്സനുഷ്ഠിച്ച് രാമസായുജ്യപദം നേടി. രാമലക്ഷ്മണന്മാരെയും വാനരസേനയെയും അകലെ നിന്നാണെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്ന് രാവണന് മോഹമുദിച്ചു. രാവണൻ ഏതാനും സജീവന്മാരും സേനാപതികളും ഒരുമിച്ച് ഉത്തരഗോപുരത്തിലെ ഉത്തുംഗ മണിമാളികയുടെ മട്ടുപ്പാവിൽ വന്ന് ലങ്കാ ചക്രവർത്തിക്ക് അനുയോജ്യമായ ആഡംബരത്തോടുകൂടി ഉപവിഷ്ടനായി. തന്റെ പദവിക്ക് തെല്ലുപോലും കോട്ടം തട്ടാത്ത വിധം ഗംഭീര ഭാവത്തിൽ പാരാവാര സദൃശ്യമായ സൈന്യനിരകളിലേക്ക് ഒരു വീക്ഷണം നടത്തി. ആ വന്നിരിക്കുന്നവൻ രാവണനാണെന്ന് സുഗ്രീവനോട് ഹനുമാൻ പറഞ്ഞു. അഹങ്കാരത്തോടെയുള്ള അവന്റെ ഇരിപ്പും ഭാവവും സുഗ്രീവന് തീരെ പിടിച്ചില്ല. സീതാദേവിയെ കണ്ട കള്ളൻ. സുഗ്രീവന്റെ ഹൃദയത്തിൽ അനിയന്ത്രിതമായ കോപത്തിന്റെ ഒരു അഗ്നിപർവ്വതം പൊട്ടി. പിന്നെ അവൻ അങ്ങുമിങ്ങും നോക്കിയില്ല. പിടിച്ചിട്ട് പിടികിട്ടാത്ത കോപ വൈരാഗ്യത്തോടെ അവൻ സുവേല ശൈലശൃംഗത്തിൽ നിന്നും എടുത്തൊരു ചാട്ടം. ഗോപുര മണിമാളികയുടെ മട്ടുപ്പാവിലിരുന്ന മണ്ഡോദരി മണവാളന്റെ മധ്യശിരസിൽ ചെന്നവൻ നിന്നു. രാവണൻ ഞെട്ടിപ്പോയി. സുഗ്രീവൻ അവന്റെ
മണിരത്ന കിരീടം തട്ടിത്തെറിപ്പിച്ചതിനു ശേഷം ബാക്കി 9 ശിരസ്സുകളിലെ മകുടങ്ങളെയും ചവിട്ടി താഴെയിട്ടു. അപ്രതീക്ഷിതമായ ആക്രമണത്താലുണ്ടായ അപമാനം മൂലം ഹതാശനായ രാവണൻ ചന്ദ്രഹാസം വലിച്ചൂരി. ഒരു നിമിഷം കൊണ്ട് ദിവാകരപുത്രൻ അവിടെ നിന്നും കുതിച്ചു ചാടി രാമപാദാന്തികത്തിൽ വന്നു നിന്നു. രാവണൻ ആ രംഗം വീക്ഷിച്ചു. രാമലക്ഷ്മണന്മാരുടെ 4 കണ്ണുകളും ലങ്കാധിപന്റെ 20 കണ്ണുകളും തമ്മിൽ കൂട്ടിയിടഞ്ഞു. ദശഗ്രീവന്റെ ഹൃദയം തുടിച്ചു. ദശരഥനന്ദനൻ ശാന്തഗംഭീരനായി ഇരുന്നതേയുള്ളൂ.